പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടറോ നെയ്യോ എന്ത് വേണേലും നമുക്ക് ഇടാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് കറുവപ്പട്ടയും കുരുമുളകും ഏലക്കായും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇടാൻ പോകുന്നത് ഒരു ഉള്ളി അരിഞ്ഞതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടൊന്ന് വരണം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കോ, ഒരു പച്ചമുളകും കുറച്ച് ബീൻസ് ഞാൻ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ നമ്മൾ പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് കുതിർത്തെടുത്ത അരിയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 9-10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം റൈസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമെല്ലാം വറ്റി. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇളക്കി സെറ്റാക്കിയിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് കഴിക്കാൻ സമയമാകുമ്പോഴത്തേനും ഇത് നല്ല പാകമായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.